എൻ്റെ പേര് ബിജിന. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ മാസ്ക് ഉണ്ടാക്കാം നോക്കാം. മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 11 ഇഞ്ച് ഡയമീറ്ററുള്ള പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 8 ഇഞ്ച് ഡയമീറ്ററുള്ള പ്ലേറ്റ് മതി. ആണുങ്ങൾക്കൊക്കെ 11 ഇഞ്ച് ഡയമീറ്ററുള്ള പ്ലേറ്റ് തന്നെ എടുക്കണം. ഇനി ഇതിനായിട്ട് ഒരു തുണി എടുത്തിട്ടുണ്ട്. കോട്ടൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. പോളിസ്റ്ററൊക്കെ ആണെങ്കിൽ ചൂടായിരിക്കും, ഇപ്പോൾ കോട്ടൺ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ പ്ലേറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ആ പ്ലേറ്റിന് ചുറ്റും ഇതുപോലെ ഒരു ചോക്കോ കളർ പെൻസിലോ പെന്നോ എന്തെങ്കിലും കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം റൗണ്ടായിട്ട്. ഇനി ആ റൗണ്ടിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ സർക്കിളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കി വയ്ക്കാം. ഇനി ഇത് ഒന്നും കൂടെ മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ നടുക്കൂടെ ഈ ഒരു പീസിന് ആദ്യം 2 പീസസ് ആയിട്ട് നടുക്കൂടെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമുക്ക് 2 പീസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഓരോ പീസിനെയും നമുക്ക് 2 പീസായിട്ട് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കണം. മൊത്തത്തിൽ നമുക്ക് 4 പീസാണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് മൊത്തത്തിൽ 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ 2 പീസിനെ നല്ല വശം അകത്ത് വരുന്ന തുണിയുടെ നല്ല വശം അകത്ത് വരുന്ന രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ എഡ്ജൊക്കെ നല്ല കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് നമുക്ക് പിടിക്കാം. ഇനി ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ഈ ഒരു ആർക്ക് പോർഷൻ ഒന്ന് തയ്ച്ചു കൊടുക്കണം. അപ്പം നമുക്ക് തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ തയ്യൽ മെഷീൻ വെച്ച് തയ്ച്ചാൽ മതി. അല്ല എങ്കിൽ നമുക്കിതുപോലെ സൂചിയും നൂലും വെച്ച് തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൂചി നൂലും വെച്ചാണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഒരുപാട് മാസ്കൊക്കെ ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഒന്നിച്ച് തന്നെ ചെയ്യാം. ഈ തുണി മടക്കിയിട്ടിട്ട് അതിന് മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഒന്നിച്ച് ഒത്തിരി മാസ്കുകൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ടത് ഓരോന്നോരോന്നായി തയ്ച്ചെടുക്കണം. ഇപ്പോൾ ആ ഒരു ആർക്ക് പോർഷൻ ഇവിടെ തയ്ച്ച് തീരാറായി. തയ്ച്ച ശേഷം ആ അറ്റത്തൊന്ന് കെട്ടൂടെ ഇട്ട് കൊടുക്കുക, ഇളകി പോവാതിരിക്കാനായിട്ട്. എന്നിട്ടത് കട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ മറ്റേ പീസും തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ 2 തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അറ്റത്ത് ഒരു 3/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം 2 സൈഡിൽ. നമ്മളിത് മാർക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ വിട്ടിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ. ആ ഒരു പോർഷനിൽ നമ്മൾ തയ്ക്കേണ്ട കാര്യമില്ല. ഇനി ബാക്കിയുള്ള എല്ലാ സൈഡും തയ്ച്ചെടുക്കാം. നമ്മൾ ആ ഒരു 3/4 ഇഞ്ച് പോർഷൻ വിടുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ നല്ല വശം അകത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വശം നമ്മൾ പുറത്തെടുത്ത് നല്ല വശം വെളിയിൽ വരത്തക്ക രീതിയിൽ വെക്കാനായിട്ടാണ് ആ ഒരു പോർഷന് വിട്ടേക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് തയ്ച്ചിട്ടുണ്ട്, അതുപോലെ മറ്റേ സൈഡൂടെ നമുക്ക് തയ്ച്ചെടുക്കാം.
ഇതാ രണ്ട് സൈഡിലും കുറച്ചൊരു സ്പേസ് ഇതാണ്ട് ഒരു ഹോൾ പോലെ വന്നിട്ടുണ്ട്. ആ ഒരു സ്പേസിൽ വെച്ചിട്ട് ഇതുപോലെ തുണിയൊന്ന് മറിച്ചിടാം. ഇത് നല്ല വശമായിട്ടുണ്ട്. ഈ മാസ്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. അരികൊക്കെ നന്നായിട്ട് പിടിച്ച് അയൺ ചെയ്തെടുക്കാം. ഇനി ആ ഹോളിൻ്റെ പോർഷനിൽ ആ എക്സ്ട്രാ വരുന്ന തുണി നമുക്ക് അകത്തേക്ക് വെച്ച് കൊടുക്കാം. നല്ല തയ്ക്കുമ്പോൾ ഒരു നീറ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ വെച്ച ശേഷം ഈ മാസ്കിൽ നമുക്ക് വള്ളി പിടിപ്പിച്ചു കൊടുക്കണം. നമ്മൾ വള്ളി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പോർഷനിൽ ആ തുണി അങ്ങനെ മടക്കി വെച്ചിരുന്നത്. ഇനി ഇത് മടക്കി വെച്ച ശേഷം ആ പോർഷൻ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അവിടെ നമ്മൾ തുണിയെ മടക്കി തയ്ച്ചെടുക്കുകയാണ്. ഇവിടെ നല്ല ടൈറ്റായിട്ട് തയ്ച്ചു കൊടുക്കാം. കാരണം ഈ നമ്മൾ ഇടുന്ന വള്ളി വലിയും തോറും ചിലപ്പം ലൂസായിട്ടാണ് തയ്ച്ചിരിക്കുന്നതെങ്കിൽ തയ്യലിളകി പോകാൻ ചാൻസ് ഉണ്ട്. നല്ല ടൈറ്റായിട്ട് തയ്ച്ചെടുക്കാം. അതുപോലെ തന്നെ മറ്റേ സൈഡും തയ്ച്ചെടുക്കാം, മടക്കി തയ്ക്കാം. ഇപ്പോൾ ഇതാ രണ്ട് സൈഡ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ പിടിപ്പിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 9.5 ഇഞ്ച് നീളത്തിനാണ് ഇലാസ്റ്റിക് എടുക്കുന്നത്. ഇലാസ്റ്റിക് വലിയാതെ നേരെ വെച്ച് വേണം എടുക്കാൻ. ഇപ്പോൾ രണ്ട് സൈഡിലും ഇടാനും വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒരു 19 ഇഞ്ച് നീളത്തിനാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോ വള്ളിയും 9.5 ഇഞ്ച് നീളമാണ്. ആ നീളം കറക്റ്റായിട്ട് എടുക്കണേ. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈറ്റായി പോവും ചെവിയിലിടുമ്പോഴേക്കും. ചെവിയുടെ പുറകുവശമൊക്കെ വേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വള്ളി ആവശ്യത്തിന് ലൂസും കൂടെ വേണം. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഇനി അതിന് ശേഷം ഞാൻ ആ വള്ളി അതിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ആ ഹോളിലേക്കൊന്ന് കയറ്റി കൊടുക്കാം. അതിനുശേഷം ആ പിന്നൊന്ന് ഊരിയിട്ട് ആ രണ്ട് വള്ളിയുടെ ആ രണ്ട് ഭാഗം കൂടെ പിടിച്ച് ഒന്നിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് കെട്ടണം. ഇത് ഇളകി പോകാത്ത രീതിക്ക് കെട്ടിയിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് വന്ന നൂല് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ആ കെട്ട് വരുന്ന പോർഷൻ ആ ഒരു നമ്മൾ മടക്കി തച്ചതിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ആ വള്ളി ഒരു ഭംഗിയായിട്ടിരിക്കും. ഇനി അതുപോലെ തന്നെ മറ്റേ ഇലാസ്റ്റിക്കിൽ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ മാസ്ക്. സാധാരണ മാസ്ക് വെക്കും പോലെ തന്നെ വെക്കണ്ടേ. എഡ്ജെല്ലാം നന്നായിട്ട് കവറായിട്ടാണ് ഇരിക്കുന്നത്. നല്ല കവറേജ് കിട്ടുന്നുണ്ട് ഈ മാസ്കിൽ. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായി ഈ സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ.